ഏപ്രിൽ 1 സ്കൂൾ അടക്കാൻ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, സ്നാക്സ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ. ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ്. ചപ്പാത്തി മാവിലേക്ക് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു. അതിൻ്റെ ശേഷം അതിലേക്ക് അല്പം എണ്ണയാക്കിയിട്ട് ഒന്ന് ഉരുട്ടി എടുത്ത നമ്മുടെ ചപ്പാത്തി മാവ് സെറ്റാണ്. ഇനി ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് വെക്കണം. ഈ ഒരു ടൈം കൊണ്ട് തന്നെ ഞാൻ സ്നാക്സ് ഉണ്ടാക്കുകയാണ്. സ്നാക്സ് സത്തുമാവ് ഉരുണ്ടയാണ് കേട്ടോ. തമിഴ്നാട് ഗവൺമെൻറ് തരുന്ന പൗഡറാണ് കേട്ടോ. അത് ഉണ്ടാക്കുമ്പോൾ തന്നെ കുട്ടികൾ വാങ്ങി പകുതി കഴിക്കൂട്ടോ. ബാക്കിയുള്ളത് ഞാൻ സ്നാക്സിന് വേണ്ടിയിട്ട് ഒരു ബോക്സിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കടലമിഠായി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് കടല വറുത്തിട്ട് അതിലേക്ക് ശർക്കര ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി വെക്കുന്നുണ്ട്. ഞാനിതിലൊരു പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് നെയ്യ് വരട്ടണമായിരുന്നു, അത് മറന്നുപോയി. അതുകൊണ്ട് തന്നെ ഞാൻ ആകെ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഈ ഒരു ശർക്കര മിഠായിൻ്റെ പിന്നിൽ പോയിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചിക്കൻ കറി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചപ്പാത്തിക്ക് വേണ്ട ചിക്കൻ കറി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇതിൻ്റെ അടിയിൽ എണ്ണ പുരട്ടാത്തതുകൊണ്ട് ഇത് എടുക്കാൻ ഒരുപാട് ഇതിൻ്റെ പിന്നാലെ പോയാൽ എൻ്റെ പണി നടക്കില്ല എന്ന് മനസ്സിലാക്കി ഞാൻ ഇത് വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങിട്ടോ. ചപ്പാത്തി ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ആക്കി ഇങ്ങനെ 4 സൈഡും മടക്കി സ്ക്വയർ ഷേപ്പിലാക്കിയിട്ടാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാറ്. അധികം ഇവിടെ ഈ ചപ്പാത്തിയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് ആദ്യം ഉണ്ടാക്കി വെച്ച ചപ്പാത്തിനെ ഒന്ന് പരത്തിയിട്ട് നല്ല ചൂടായ കല്ലിലിട്ട് തിരിച്ചും മറിച്ചും തിരിച്ചിട്ട് ഇതൊന്ന് ചപ്പാത്തി ഉണ്ടാക്കിയെടുത്ത ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചപ്പാത്തിയും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ലഞ്ച് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ചീര റൈസാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇട്ടതിൻ്റെ ശേഷം ബിരിയാണി ഇലയും അതേപോലെ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 കപ്പ് അരിയാണ് ബാസ്മതി റൈസ്. അതും ഇട്ട് കുറച്ച് മല്ലിയില ഇട്ട് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യുക, 2 വിസിലടിച്ചാൽ നമ്മുടെ ചോറ് റെഡിയാണ് കേട്ടോ. ഇനി അത് മാറ്റി വെച്ചിട്ട് അതേ കുക്കർ കഴുകിയതിൻ്റെ ശേഷം അതിലേക്ക് പരിപ്പ്, തക്കാളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇട്ടതിൻ്റെ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് 2 3 വിസിലടിച്ചെടുത്താൽ നമ്മുടെ പരിപ്പ് റെഡിയാണ് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുട്ടികൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൈരാണ് എടുത്തിട്ടുള്ളത്. തൈരിലേക്ക് കുറച്ച് ഐസ് വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ പരിപ്പ് താളിക്കാനും വേണ്ടിയിട്ട് കടുക്, വറ്റൽമുളക്, കറി ലീഫ്, അതേപോലെ തന്നെ കായപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സാക്കിയിട്ട് നമ്മുടെ പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലഞ്ച് പാക്ക് ചെയ്യാം. 2 പേരെ പാത്രത്തിലേക്കും ചോറ്, റൈസ്, ജീര റൈസ് ആക്കിയിട്ടുണ്ട്. അതേ പാത്രത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ മേലായിട്ട് തന്നെ കറി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ സ്പൂണും സെറ്റ് ചെയ്ത് ലഞ്ച് ബോക്സ് അടച്ചത് സ്നാക്സാണ്. സ്നാക്സിന് നമ്മുടെ സത്തുമാവിൻ്റെ ഉരുണ്ട തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ കുടിക്കാനും വേണ്ടിയിട്ട് മോര് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ലഞ്ച് ടവലും വെച്ച് ലഞ്ച് പാക്ക്